കുവൈറ്റിൽ നഴ്സുമാരായ മലയാളി ദമ്പതികളുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള ഫ്ളാറ്റിലാണ് മലയാളി നഴ്സ് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂർ സ്വദേശി സൂരജ്, എറണാകുളം കീഴിലം സ്വദേശിയായ ഭാര്യ ബിൻസി തോമസ് എന്നിവരാണ് മരിച്ചത്. ബിൻസിയുടെ മൃതദേഹം കഴുത്തറത്ത നിലയിലാണ് കാണപ്പെട്ടത്. ഹാളിൽ രക്തം തളം കെട്ടിയ നിലയിലായിരുന്നു. ഭാര്യയെ കഴുത്തിൽ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തി ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ നിഗമനം. അതിനുശേഷം സൂരജ് സ്വയം കുത്തി മരിക്കുകയായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സൂരജ് ആരെയെങ്കിലും വിളിക്കാൻ ശ്രമിച്ചിരുന്നോ എന്നറിയാൻ പോലീസ് സൂരജിന്റെ ഫോൺ രേഖകൾ പരിശോധിക്കുന്നുണ്ട്. ദീർഘകാല പ്രണയം സഫലമാക്കിയാണ് സൂരജും ബിൻസിയും വിവാഹിതരായത്. സൂരജിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ യുവതിയായിരുന്നു ബിൻസി. നഴ്സിംഗ് പഠനശേഷം ഡൽഹിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ബിൻസി സൂരജിനെ പരിചയപ്പെട്ടത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സൂരജിനെ തന്റെ ശമ്പളം കൊണ്ട് ബിൻസി BSc നഴ്സിംഗ് പഠിപ്പിക്കുകയായിരുന്നു. വിദേശത്ത് പോകുമ്പോൾ സൂരജിനെയും ഒപ്പം കൂട്ടാനായിരുന്നു ഇത്. അതിനിടെ ബിൻസിക്ക് കുവൈറ്റിൽ ഡിഫൻസിൽ സ്റ്റാഫ് നഴ്സായി ജോലി കിട്ടി. തുടർന്ന് BSc നഴ്സിംഗ് പാസ്സായ സൂരജിനെ വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ച് വിവാഹം കഴിക്കുകയും കുവൈറ്റിലേക്ക് കൂട്ടുകയും ചെയ്തു. ദമ്പതികളുടെ ജീവിതത്തിൽ കല്ലുകടിയായത് സൂരജിന്റെ ക്ഷിപ്രകോപമായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരൻ, ദേഷ്യം വന്നാൽ എന്തും ചെയ്യുന്ന അപകടകാരി. സൂരജ് സംശയരോഗി ആയിരുന്നുവെന്ന് സൂചനയുണ്ട്. ജീവിതം കൂടുതൽ പച്ചപിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബിൻസി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തയ്യാറെടുത്തത്. 5ാമത്തെ വട്ടം പരീക്ഷ എഴുതി പാസ്സായതോടെ 2 കുഞ്ഞുങ്ങളെയും നാട്ടിൽ വിട്ടു. അതിനിടെ ബിൻസിയെ കൊല്ലാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. 2 ദിവസം മുമ്പ് ബിൻസിയുടെ കൂട്ടുകാരികളെ ഫോണിൽ വിളിച്ചു. അവളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിരുന്നു. പാലൂട്ടി വളർത്തിയ കൈകളിൽ തന്നെ കടിച്ചു കൊന്നു എന്നാണ് ഇരുവരുടെയും കൂട്ടുകാർ പറയുന്നത്. ഇരുവരും മരിച്ചതോടെ 2 കുഞ്ഞുങ്ങളും അനാഥരായി. ഈസ്റ്ററിന് നാട്ടിലെത്തി മടങ്ങിയപ്പോഴാണ് 2 കുട്ടികളെയും കീഴിലത്തെ ബിൻസിയുടെ വീട്ടിലാക്കിയത്. 4 ദിവസം മുമ്പ് മടങ്ങിയത് ഓസ്ട്രേലിയയ്ക്കുള്ള താമസം മാറുന്നതിന് രേഖകളെല്ലാം തയ്യാറാക്കിയായിരുന്നു. ഇരുവരും കുവൈറ്റിലെ വിവിധ സാംസ്കാരിക സംഘടനകളിൽ വളരെ സജീവ സാന്നിധ്യമായിരുന്നു. കുവൈറ്റിൽ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സാമ്പത്തിക ഭദ്രത ഉള്ളതായിരുന്നു ഇവരുടെ കുടുംബം. ഈ നിലയിലേക്ക് കുടുംബം എത്തിയത് ബിൻസിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിരുന്നു. എന്നാൽ സൂരജിന്റെ സംശയരോഗം എല്ലാം തകർത്തു. രാത്രി ഷിഫ്റ്റിന് ശേഷം തർക്കം ഉണ്ടായതായി സംശയിക്കുന്നു. ദേഷ്യത്തിൽ അയാൾ അവളെ കുത്തിയിരിക്കാം. സംഭവത്തിന് ശേഷം സൂരജ് കൂട്ടുകാരെ വിളിച്ചിരുന്നുവെന്ന് പറയുന്നുണ്ട്. സംഭവത്തിന് ശേഷം സുഹൃത്തുക്കളോട് തന്റെ ഭാര്യ കൈകൊണ്ട് മരിച്ചതായും താനും പോകുന്നതായും പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. പിന്നീട് സൂരജ് തന്റെ വാട്സപ്പ് പ്രൊഫൈൽ ഫോട്ടോ നീക്കം ചെയ്യുകയും ആപ്പിൽ നിന്ന് സ്റ്റാറ്റസ് ഫോട്ടോകൾ നീക്കുകയും ചെയ്തു. ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ളതുകൊണ്ടാണ് കുട്ടികളെ കൂടെ കൊണ്ടുപോകാത്തത്. അന്ന് സൂരജിന്റെ അമ്മയും വിളിച്ചിരുന്നു. ബിൻസിയോട് സംസാരിക്കണമെന്ന് സൂരജിനോട് പറഞ്ഞു. ബിൻസി പുറത്താണെന്നായിരുന്നു പറഞ്ഞത്. ബിൻസിയുടെ നെഞ്ചിലും സൂരജിന്റെ കഴുത്തിലും കുത്തേറ്റിരുന്നു.